Welcome to Competitive Cracker. I'm Dr. Vidya Vijayan. ഡിസംബറിലെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണ്ടേ? അപ്പം അതിനായിട്ട് ലോങ് ടേം ബാച്ച് ഓൾറെഡി CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഇനിയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫോളോയിങ് ഡിസ്കഷനിൽ വരും, ഇതൊക്കെ അറിയുന്നതിനായി നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് റിസീവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who is the author of the work The Sacred Wood? Option A, Woolf. Option B, Eliot. Option C, Kipling. Option D, Cadman. Okay, which is the correct answer? The correct answer is option B, T.S. Eliot. So, The Sacred Wood is a work written by T.S. Eliot. നമുക്കറിയാം T.S. Eliot എന്ന് പറയുമ്പം വൺ ഓഫ് ദ പ്രോമിനൻറ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് വേസ്റ്റ് ലാൻഡ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു വർക്കാണ് ദ സീക്രട്ട് വുഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു റോട്ട് കൾച്ചർ ആൻഡ് അനാർക്കി? ഓപ്ഷൻ എ, എലിയറ്റ്. ഓപ്ഷൻ ബി, റസ്കിൻ. ഓപ്ഷൻ സി, ഷെല്ലി. ആൻഡ് ഓപ്ഷൻ ഡി, അർണോൾഡ്. കൾച്ചർ ആൻഡ് അനാർക്കി എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ അർണോൾഡ് ഈസ് ദ ഓതർ ഓഫ് കൾച്ചർ ആൻഡ് അനാർക്കി. മാത്യു അർണോൾഡ് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക്സുകൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വർക്ക്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഡാവർ ബീച്ച്, സ്കോള, ജിപ്സി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. അതുപോലെ തന്നെ ക്രിറ്റിസിസത്തിൽ ഒരുപാട് വർക്ക്സുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടച്ച് സ്റ്റോൺ മെത്തേഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പം he wrote the work Culture and Anarchy. Okay, then our next question. Which one of the following is associated with the Royal Court Theatre, London? Option A, Arnold Wesker. Option B, Alan Plater. Option C, Edward Bond. And option D, Tom Stoppard. Okay, ഇതിലേതാണ്, ഏത് ഫിഗർ ആണ് എന്താണ് റോയൽ കോർട്ട് തിയേറ്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? ഏതാണ്? കറക്റ്റ് ആൻസർ ഈസ് എഡ്വേർഡ് ബോണ്ട്. അദ്ദേഹത്തിൻ്റെ ലിയർ എന്നുള്ള വർക്ക് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള വർക്ക്. അപ്പം അതാണ്, അദ്ദേഹമാണ് റോയൽ കോർട്ട് തിയേറ്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫിഗർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു റോട്ട് ദ വർക്ക് എ ടെയിൽ ഓഫ് എ ടബ്? ഓപ്ഷൻ എ, ഡിക്കൻസ്. ഓപ്ഷൻ ബി, ഡീഫോ. ഓപ്ഷൻ സി, സ്വിഫ്റ്റ്. ഓപ്ഷൻ ഡി, ഹാർഡി. ഇതെല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നോവലിസ്റ്റുകളാണ്. അപ്പം ടെയിൽ ഓഫ് എ ടബ്, ഹൂ ഈസ് ദ ഓതർ ഓഫ് ടെയിൽ ഓഫ് എ ടബ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു വർക്കാണ്. ദ വൺ ഹൂ റോട്ട് ദ വർക്ക് ദ ബാറ്റിൽ ഓഫ് ബുക്സ്. യാ, എക്സാക്ട്ലി, ഇറ്റ് ഈസ് ജോനാഥൻ സ്വിഫ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഫോൾ? സോ ഇയർ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ പെട്ടെന്ന് ഇയർ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും അല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓപ്ഷൻ എ 1450. ഓപ്ഷൻ ബി 1444. ഓപ്ഷൻ സി 1453. ആൻഡ് ഓപ്ഷൻ ഡി 1492. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1453. ഓക്കെ, ഇനി അത് മറന്നു പോകരുത്. So, when did Constantinople fall? It is in the year 1453. Okay. Then, വരുന്ന ഡിസംബറിലെ നെറ്റ് എക്സാം എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? അപ്പം അതിലേക്ക് CC ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ടും അതുപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ആ ലോങ് ടേം ബാച്ചിലേക്ക് ഡിസംബർ എക്സാമിൽ നെറ്റ് ക്രാക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ
ഈ ജനറൽ പേപ്പർ, ഇക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ് ഈ സബ്ജക്ട്സുകളിലൊക്കെയാണ് CC കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക 9788282629. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who wrote the book The New Criticism? J.E. Spingarn, R.P. Blackmore, T.S. Eliot, and option D, J.Z. Ransom, John Crow Ransom. Of course, who wrote the work? John Crow Ransom. He is the author of the work The New Criticism. Okay, so next question. Who is the author of the work The Anatomy of Melancholy? The Anatomy of Melancholy is written by option A, Swift, option B, Burton, option C, Bolton, option D, Milton. So നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന രണ്ട് പേരുകളാണ് ഓപ്ഷൻ B ആൻഡ് C അല്ലേ. അപ്പോൾ ആരാണ് The Anatomy of Melancholy എന്നുള്ള വർക്കിൻ്റെ ഓഥർ ആരാണ്? ഓഫ് കോഴ്സ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B, Burton. So it is Burton who wrote the work Anatomy of Melancholy. Okay. Then, next question. Who wrote the work The Accidental Man? Option A, Murdoch. Option B, Amis. Option C, Orwell. Option D, Osborne. ഓക്കെ, ഓസ്ബോൺ ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫിഗറാണ് ജോൺ ഓസ്ബോൺ. ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്നുള്ള വർക്ക്, അതുപോലെ തന്നെ ജോർജ് ഓർവെൽ, ഇവരൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. കിങ്സ്ലി ആമിസ്. So who wrote the work The Accidental Man? The correct answer is Murdoch. Okay, then next question. Klim is a character in ഈ നെറ്റിനാണെങ്കിലും സെറ്റ് എക്സാമിനാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നത് ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതിൽ ഏതാണ് ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഏത് പെർട്ടിക്കുലർ വർക്കിലെയാണ്? അപ്പം ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുക അല്ലേ. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനെയും, ഈവൻ ഇറലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പോലും ആയിരിക്കും പല ക്വസ്റ്റ്യൻസിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഓരോ ക്യാരക്ടേഴ്സിനെയും ഫെമിലറൈസ്ഡ് ആവാം. ഓക്കെ, അപ്പം ഇതിലേതാണ്? ക്ലിം ഇസ് എ ക്യാരക്ടർ ഇൻ The work The Return of the Native. Okay, The Work Return of the Native. ഈ 4 വർക്കുകളും എഴുതിയ ഒരേ ഒരു വ്യക്തിയാണ് തോമസ് ഹാർഡി അല്ലേ. Far from the Madding Town, The Return of the Native, The Mayor of Casterbridge, Tess of the D'Urbervilles. All these works were written by Thomas Hardy. Okay, ഇത് Klim is a character in the work The Return of the Native. Then next question. Who is associated with the term tension? Option A, Ransom. Option B, Tate. Option C, Emerson. Option D, Blackmore. Tension ആ ഒരു ടേം അസോസിയേറ്റ് ചെയ്തത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ടെൻഷൻ, ടേറ്റ്. So this term tension is coined by Alan Tate, or it is associated with Alan Tate. Okay, അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് വേണം അല്ലേ. ഇൻഫോർമേറ്റീവ് വീഡിയോസ് മാത്രം പോരാ, എന്താണ്, ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ CCയുടെ നെറ്റ് എക്സാം ഡിസംബർ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇൻഫർമേഷനും വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടെസ്റ്റ് പേപ്പേഴ്സും ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണം അല്ലേ. അപ്പം ഇതിലെല്ലാത്തിലും നമുക്ക് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാനുള്ള ഓരോരോ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് CCയോടൊപ്പം ഞാനുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.